കോവിഡ് കാലം കടുത്ത നിയന്ത്രണങ്ങളുള്ള കാലമായിരുന്നു. നമുക്കെല്ലാം ഓർമ്മയുണ്ട്. പലതരത്തിലുള്ള പ്രോട്ടോക്കോളുകളൊക്കെ പാലിക്കേണ്ടതുണ്ടായിരുന്നു. പോലീസിനെതിരെ ആ കാലത്ത് വ്യാപകമായ വിമർശനം ഉയർന്നിരുന്നു. അന്ന് മുഖ്യമന്ത്രി കുറച്ച് കാര്യങ്ങൾ സംസാരിച്ചിരുന്നു, പോലീസിന്റെ മനോവീര്യത്തെക്കുറിച്ച്. നമുക്കതൊന്ന് കേൾക്കാം. ഇവിടെ എന്തോ അവരുടെ മനോവീര്യം തകർക്കുന്ന പ്രശ്നത്തെക്കുറിച്ച് പറഞ്ഞു. ഇത്തരം മനോവീര്യം തകർക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമ്പോൾ ആ മനോവീര്യം തകർക്കരുത് എന്ന് പറയേണ്ട ഉത്തരവാദിത്വം സ്വാഭാവികമായും ഈ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രി എന്ന നിലക്ക് എനിക്കുണ്ട് എന്ന് തന്നെയാണ് ഞാൻ തിരിച്ചറിയുന്നത്. ഇന്ന് അതേ കേരള പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന, പോലീസിനെ അധിക്ഷേപിക്കുന്ന, അപമാനിക്കുന്ന ഒരു സംഭവം ഉണ്ടായി അങ്ങ് ചാലക്കുടിയിൽ. കുട്ടികളോട് പെരുമാറി കഴിഞ്ഞാൽ ഈ പട്ടിയുടെ രണ്ട് കൈയും കാലും തല്ലിയൊടിക്കാൻ അതിനിപ്പോ ജയില് വിയ്യൂരിൽ കണ്ണൂരിൽ കിടന്നാലും പൂജപ്പുരയിൽ കിടന്നാലും ഞങ്ങൾക്ക് പുല്ലാണ് പുല്ല്. ഏതെങ്കിലും ജയില് കാണിച്ച് ഏതെങ്കിലും ലാത്തി കാണിച്ച് SFI അറിയാതറിയാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ പണ്ടന്മാരുടെ സ്വർഗത്തിലാണ് എന്നാണ് ഞങ്ങൾക്ക് പറയാറുള്ളത്. ചാലക്കുടി പോലീസ് സബ് ഇൻസ്പെക്ടർ അഫ്സലിന്റെ കൈയും കാലും തല്ലിയൊടിക്കുമെന്ന് പരസ്യമായി വെല്ലുവിളിക്കുന്ന ആ കേട്ട വാക്കുകൾ അത് SFI കേന്ദ്ര കമ്മിറ്റി അംഗം ഹസൻ മുബാറക്കിന്റേതാണ്. ഇനി എന്തിനാണ് SFI നേതാവിനെ ഇത്രയധികം പ്രകോപിച്ച വിഷയമെന്ന് നോക്കാം. ഇന്നലെ ഹെൽമറ്റ് ഇല്ലാതെ പിഴയടപ്പിച്ചതിന് ചാലക്കുടിയിൽ പോലീസ് ജീപ്പ് തകർത്തിരുന്നു. കാണാം ആ ദൃശ്യങ്ങൾ കൂടി. ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം നിധിൻ പുല്ലനാണ് ജീപ്പ് ഇന്നലെ തല്ലി തകർത്തത്. ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി അംഗം നിധിൻ പുല്ലനാണ് ജീപ്പ് തല്ലി തകർത്തത്. ഇന്നലെ നടന്ന ആക്രമണത്തിന് ശേഷം നിധിൻ ഒളിവിലായിരുന്നു, ഇന്ന് പിടിയിലായി. ഈ ഡിവൈഎഫ്ഐ നേതാവ് ജീപ്പ് തകർത്തതിന് പിന്നാലെ പോലീസ് ലാത്തി വീശിയിരുന്നു. ഇതിലാണ് നേരത്തെ കേട്ട SFI കേന്ദ്ര കമ്മിറ്റി അംഗത്തിന്റെ പ്രതികരണം. ആഭ്യന്തരമന്ത്രി കൂടിയായ പിണറായി വിജയന് ഇത് പോലീസിന്റെ മനോവീര്യം തകർക്കുന്ന നടപടിയായി തോന്നുമോ എന്ന് അറിയില്ല. നവകേരളത്തിന്റെ തിരക്കിലാണല്ലോ, അത് കഴിഞ്ഞ് നമുക്ക് നോക്കാം. എന്തായാലും വിദ്യാർത്ഥികളെ ഏകപക്ഷീയമായി പോലീസ് കയ്യേറ്റം ചെയ്തുവെന്ന വിചിത്രവാദമാണ് CPM പറയുന്നത്. പോലീസ് അനാവശ്യമായി സംഘർഷം സൃഷ്ടിക്കുന്നുവെന്നാണ് ചാലക്കുടി ഏരിയ കമ്മിറ്റിയുടെ പ്രതികരണം.